നിങ്ങളത് എത്ര പേര് കൃത്യമായിട്ട് കണ്ടു എന്നറിയില്ല. സത്യം പറയല്ലോ, ഈ 2K വാണങ്ങളുടെ അവസ്ഥ അത് ദുരന്തമാണ്. ഇതൊന്ന് കണ്ടു നോക്കി. നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ കാണണം. കാരണം 3-4 പേര് നിൽക്കുന്നു. ഇതൊരു ചതിയാണ്. ഒപ്പം തന്നെ അതൊരു ഭീകരമായിട്ടുള്ളൊരു അപകടമാണ്. കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ അത് കണ്ട സമയത്ത് എനിക്ക് ഒരു ഞെട്ടലൊക്കെ ഉണ്ടായി. ഇനി ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നുണ്ടോ? ഇല്ലെന്നേ, ഒരാൾ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പുറകിലൊരു അപകടം എനിക്ക് മനസ്സിലായത്. ഇതാ, ഔ ഔ ഔ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ ഒരു വീഴ്ചയില്ലേ, ആ ഒരു വീഴ്ചയിൽ ആ ഒരു പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ആ ചെക്കൻ്റെയോ തല നിലത്തുനിന്ന് അടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വീഴ്ചയിൽ നട്ടലിന് കാര്യമായിട്ട് വല്ല അപകടം പറ്റിയിരുന്നെങ്കിൽ ഈ പറയുന്ന നാറുകളൊക്കെ പോയി നോക്കുമോ? ഇല്ല. ആ വീട്ടുകാർ കൊടുക്കും, ആ രക്ഷിതാക്കൾ കൊടുക്കും, വേറെ ആരും കൊടുക്കാനില്ലെന്ന്. ആ രക്ഷിതാക്കൾ മാത്രമായിട്ട് ചുരുങ്ങും. ഇമ്മാതിരി വാണം കളികളൊന്നും എൻ്റെ പൊന്നു പിള്ളേരെ കളിക്കരുത്. ഈ 2K പിള്ളേരൊക്കെ ശരി, നിങ്ങളൊക്കെ ഈ വാണങ്ങളൊക്കെ വിളിക്കേണ്ട ഗതികേട് വരുന്നത് ഇമ്മാതിരി കുറേ കുരുത്തക്കേടുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാ. ഒരു സാമാന്യ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ അത് വീണ് നട്ടല് പൊട്ടാൻ സാധ്യതയുണ്ട്. നേരെ തലടിച്ചതിന് വീണ് കഴിഞ്ഞാൽ ആ നിമിഷം തീർന്നു കളയും. ആ നിമിഷം പിന്നെ മയ്യത്താണ്. അതിൻ്റെ അപ്പുറത്തും വേറൊന്നുമില്ല. ഈ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് വലിയ പിടുത്തമില്ല. പെൺകുട്ടി പുറകുവശത്തൊക്കെ ഇങ്ങനെ താങ്ങി നിൽക്കുന്നുണ്ട്. ഒന്ന് കണ്ടോക്കിയേ. ഔ, ഭാഗ്യത്തിനല്ലേ രക്ഷപ്പെട്ടത്. മഹാഭാഗ്യത്തിന്. ആ പെൺകുട്ടി അതപ്പം ചിരിക്കുന്നുണ്ട് എങ്കിലും ഇത് ഒക്കെ ഒരു കളിയായിട്ട്, ഇതൊക്കെ തമാശയായിട്ട്, ഇതൊക്കെ റീലൊക്കെ ആക്കി ഇടാനൊക്കെ ഉള്ളൊരു മനസ്ഥിതിയിലേക്ക് ഇത്തരം വാണങ്ങൾ എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എജ്ജാതി ബോധമില്ലായ്മയാണ് ഇവന്മാർക്കുള്ളത്. നമുക്ക് ആ മറ്റേ പയ്യൻ്റെ അവസ്ഥ അതിഭീകരമാണ്. ഒരു നിമിഷം മതി, നമ്മുടെ ചില തമാശക്കളികളിൽ ചെറിയൊരു നിമിഷം മാത്രം മതിയാവും നമ്മളിൽ ഇടയിലുള്ള ഒരാളുടെ ജീവൻ അങ്ങോട്ട് പോയി കിട്ടാനൊക്കെ. ആ ജീവൻ പോയി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ടാണല്ലോ സംഭവിച്ചെന്ന് പറയുന്ന ഒരു മനോവേദന മതി നമ്മുടെ ജീവിതം നാശമാവാനും. ഇങ്ങനെയൊക്കെ സാധ്യതകളും ഒരു ദുസ്സാധ്യതകൾ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കെ ഇത്തരത്തിലുള്ളൊരു കളികളൊക്കെ എന്തിനാണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു റീല് മാത്രമായപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിവിടെ അവസാനിച്ചു എന്നുള്ളത്. പക്ഷേ അത് കണ്ട് ആസ്വദിച്ചിട്ട് കുറേ വൃത്തികെട്ടന്മാർ വീണ്ടും വേറെ ആളുകളൊക്കെ വെച്ച് ചെയ്യുകയാണ്. അതാ രസം. അപ്പോൾ അവർക്ക് അതിന് സീരിയസ്നെസ്, ആദ്യത്തെ ആ ഒരു പയ്യന്മാർ വീഡിയോ കണ്ടിട്ട് തന്നെ അവൻ വീണ് പരിക്ക് പറ്റേണ്ടതായിരുന്നു, അവൻ്റെ തല പൊട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്ന ബോധത്തിലേക്ക് പോലും എത്താതെയാണ് ഈ പെൺകുട്ടികൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാമാന്യ ധാരണ, ഒരു ബോധം, ഒരു സാമൂഹ്യ ബോധം, ഒരു രാഷ്ട്രീയ ബോധം ഇതൊന്നുമില്ലാതെയാണല്ലോ ഈ പഹയന്മാർ വളർന്നു വരുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ സത്യം പറയാലോ അത്ഭുതം തോന്നിപ്പോകുന്നു. ഹെച്ചതി വാണം കാണാം അതൊക്കെ.